ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കാൻ പോകുന്ന ഈ മണിക്കൂറിനെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ 60-ാം അധ്യായം വാക്യം 1, ഉണർന്ന് പ്രശോഭിക്കുക, നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു. ഉണർന്ന് പ്രശോഭിക്കുക, നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു. ശോഭിക്കുവാനായിട്ട് എല്ലാവർക്കും താല്പര്യമുണ്ട്. ശോഭിക്കണം എന്നുള്ളത് എല്ലാവരുടെയും ആഗ്രഹമാണ്. പക്ഷേ ഉണരാനായിട്ടോ പലർക്കും താല്പര്യമില്ല. ഈ മണിക്കൂറിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് പറയുന്നത് ഉണർന്ന് പ്രശോഭിക്കുക. ഉണരുമ്പോഴാണ് ശോഭിക്കുന്നത്. ഉണരുമ്പോഴാണ് ദൈവത്തെ അനുഭവിക്കുന്നത്. നമുക്കറിയാം, കാലിത്തൊഴുത്തിൽ ജനിച്ച യേശുവിനെ ആദ്യമായിട്ട് കണ്ടത് ആരാണ്? കാലിത്തൊഴുത്തിൽ ജനിച്ച യേശുവിനെ ആദ്യമേ കണ്ടത് ആട്ടിടയന്മാരാണ്. എങ്ങനെയാണ് ആട്ടിടയന്മാർക്ക് ഈ സദ്വാർത്ത അനുഭവിക്കുവാനായിട്ട് സാധിച്ചത്? വചനം എങ്ങനെയാണ് പറയുന്നത്? ലൂക്ക 2:8, ആ പ്രദേശത്തെ വയലുകളിൽ ആടുകളെ രാത്രി കാത്തുകൊണ്ടിരുന്ന ഇടയന്മാർ ഉണ്ടായിരുന്നു. കർത്താവിൻ്റെ ദൂതൻ അവരുടെ അടുത്തെത്തിയിട്ട് ഈ സന്തോഷത്തിൻ്റെ സദ്വാർത്ത അറിയിക്കുകയാണ്. രാത്രിയിൽ ആടുകൾക്ക് കാവൽ നിൽക്കേണ്ടി വന്നതുകൊണ്ടാണ് ആ ഇടയന്മാർ ഉറങ്ങാതിരുന്നത്. ഉണർന്നിരുന്നത് കൊണ്ട് കാലിത്തൊഴുത്തിൽ ജനിച്ച യേശുവിനെ കാണുവാനായിട്ട് അവർക്ക് സാധിച്ചുവെങ്കിൽ ഉദ്ധിതനായ ക്രിസ്തുവിനെ അനുഭവിച്ചതാരാ? മറ്റാരുമല്ല, മഗ്ദലന മറിയമാണ്. കാരണം ഉറക്കമില്ലാത്ത ഒരു രാത്രിയിലൂടെ അവൾ കടന്നു പോവുകയായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായത്തിൽ വാക്യം 1 നമ്മൾ വായിക്കുന്നു, ആഴ്ചയുടെ 1-ാം ദിവസം അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലന മറിയം ശവകുടീരത്തിന് അടുത്തേക്ക് കടന്നു ചെല്ലുകയാണ്. അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ നേരം വെളുപ്പിച്ചത് അവൾ ഉണർന്നിരുന്ന് നേരം വെളുപ്പിച്ചു. പ്രകാശം വന്നിട്ടില്ല എങ്കിലും ഇരുട്ടാണെങ്കിലും അവൾ കല്ലറയിലേക്ക് ഓടി. ഉദ്ധിതനായ യേശുവിനെ കാണുവാനായിട്ട് അവൾക്ക് സാധിച്ചു. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം പറയുന്നു, 1 തെസ്സലോനിക്ക 5-ാം അധ്യായം 6-ാമത്തെ വാക്യം, മറ്റുള്ളവരെ പോലെ ഉറങ്ങിക്കഴിയാതെ നമുക്ക് ഉണർന്ന് സുബോധമുള്ളവരായിരിക്കാം. മറ്റുള്ളവരെ പോലെ ഉറങ്ങിക്കഴിയാതെ നമുക്ക് ഉണർന്ന് സുബോധമുള്ളവരായിരിക്കാം. യെശയ്യാ പ്രവാചകൻ വീണ്ടും പറയുന്നുണ്ട്, 52-ാം അധ്യായം വാക്യം 1, സിയോനെ ഉണർന്നെഴുന്നേൽക്കുക, ശക്തി സംഭരിക്കുക. നീ ഉണരുക, ദൈവത്തിൻ്റെ ശക്തി സ്വീകരിക്കുക. ഉണർന്ന് ദൈവശക്തിയാൽ നിറയണമെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മോട് ആവശ്യപ്പെടുന്നു. എന്തുകൊണ്ടാണ് വചനം നമ്മളോട് ഇപ്രകാരം ആവശ്യപ്പെടുന്നത്? കാരണം എസെക്കിയേൽ പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് നമ്മൾ ഉണരണം എന്ന് ദൈവവചനം നമ്മളോട് ആവശ്യപ്പെടുന്നത്? എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം വാക്യം 17, മനുഷ്യപുത്ര, നിന്നെ ഞാൻ ഇസ്രായേൽ ഭവനത്തിൻ്റെ കാവൽക്കാരനായി നിയോഗിച്ചിരിക്കുന്നു. മനുഷ്യപുത്ര, നിന്നെ ഞാൻ ഇസ്രായേൽ ഭവനത്തിൻ്റെ കാവൽക്കാരനായി നിയോഗിച്ചിരിക്കുന്നു. ഒരു കാവൽക്കാരൻ ഉണ്ടായിരിക്കേണ്ട പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഈ ചോദ്യം ആരോട് ചോദിച്ചാലും ആദ്യമേ പറയുന്ന ഉത്തരം ഇതായിരിക്കും, കാവൽക്കാരൻ ഉണർന്നിരിക്കുന്നവനായിരിക്കണം, ഉണർവുള്ളവനായിരിക്കണം. അപ്പോൾ വേദപുസ്തകം പറയുന്നത് എന്താ? നിന്നെ ഞാൻ ഇസ്രായേൽ ഭവനത്തിൻ്റെ കാവൽക്കാരനായി നിയോഗിച്ചിരിക്കുന്നു. നമ്മൾ കാവൽക്കാരാണെങ്കിൽ നമ്മൾ ഉണർന്നിരിക്കണം എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മോട് ആവശ്യപ്പെടുന്നു. അതുകൊണ്ടാണ് ദൈവവചനം നമ്മോട് ഇപ്രകാരം പറയുന്നത്. എഫേസസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ 5-ാം അധ്യായം വാക്യം 14, ഉറങ്ങുന്നവനെ ഉണരുക, ഉറങ്ങുന്നവനെ ഉണരുക. കാരണം എന്താ?
നിനക്കൊരു ദൗത്യമുണ്ട്, നീ കാവൽക്കാരനാണ്. നീ ഉറങ്ങിയാൽ എന്ത് സംഭവിക്കും? വലിയ നഷ്ടങ്ങൾ നേരിടേണ്ടി വരും. ഒരു കഥ ഇപ്രകാരമാണ്. കുതിരയ്ക്ക് കാറിനോളം വിലയുള്ള ഒരു കാലം. അത്തരം കാലത്തിൽ ഒരു മനുഷ്യൻ തൻ്റെ സമ്പാദ്യമെല്ലാം മുടക്കി ഒരു കുതിരയെ വാങ്ങുന്നുണ്ട്. ആ കുതിരയും കൊണ്ട് അദ്ദേഹം ലക്ഷ്യത്തിലെത്തുവാനായിട്ട് ശ്രമിക്കുമ്പോഴേക്കും നേരം ഇരുട്ടിക്കഴിഞ്ഞു. അദ്ദേഹം സത്രത്തിൽ മുറിയെടുക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. സത്രത്തിൽ മുറിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഒരു ചിന്ത അദ്ദേഹത്തെ അസ്വസ്ഥപ്പെടുത്തി. ഞാൻ ഈ കുതിരയെ എന്തുറപ്പിലാണ് പരിചയമില്ലാത്ത ഈ സ്ഥലത്ത് പുറത്ത് കെട്ടിയിട്ട് അകത്ത് വിശ്രമിക്കുക? കുതിരയെ ആരെങ്കിലും അഴിച്ചുകൊണ്ട് പോയാലോ? പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു ആലോചന വന്നു. കൂടെ ഭൃത്യനുണ്ടല്ലോ, അവനെ കാവലേൽപ്പിച്ചിട്ട് എനിക്ക് സുഖമായിട്ട് ഉറങ്ങാം. അങ്ങനെ കുതിരയ്ക്ക് കാവലാളായിട്ട് ഭൃത്യനെ നിർത്തിയിട്ട് ഈ മനുഷ്യൻ ഉറങ്ങുവാനായിട്ട് പോവുകയാണ്. ഉറങ്ങുവാനായിട്ട് ശ്രമിക്കുമ്പോൾ ഉറക്കം വരുന്നില്ല. എങ്ങനെ ഉറങ്ങാനാ? ഒരുപാട് ദിവസത്തെ സ്വപ്നം, നീണ്ട നാളത്തെ കാത്തിരിപ്പ്, ഒരു സമ്മാനം കണക്ക് തനിക്കത് സ്വന്തമാക്കാൻ സാധിച്ചതിൻ്റെ സന്തോഷം. പെട്ടെന്ന് ഉറക്കം കെടുത്തുന്ന ഒരു ചിന്ത അദ്ദേഹത്തിനെ അസ്വസ്ഥപ്പെടുത്തി. എന്താണ് ആ ചിന്ത? കാവൽക്കാരൻ എങ്ങാനും ഉറങ്ങിയാലോ? തൻ്റെ കുതിര നഷ്ടപ്പെടുമല്ലോ. കാവൽക്കാരൻ ഉറങ്ങുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി ഈ മനുഷ്യൻ കാവൽക്കാരൻ്റെ അടുത്തേക്ക് വരികയാണ്. കാവൽക്കാരൻ ആകാശത്തേക്ക് നോക്കി നിൽക്കുന്നു. ആകാശത്തേക്ക് നോക്കി നിൽക്കുന്ന മനുഷ്യൻ കണ്ണു തുറന്നിട്ട് ഉറങ്ങുകയാണോ എന്നറിയാൻ വേണ്ടി ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നീ ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്? നീ ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ആകാശത്തിലുള്ള നക്ഷത്രങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയാണ്. അവൻ ഉറങ്ങിയിട്ടില്ല എന്ന് മനസ്സിലായി. അദ്ദേഹം വീണ്ടും ഉറങ്ങാൻ പോയി. സമയം രാത്രി 2 മണി. വീണ്ടും ആലോചന. കാവൽക്കാരൻ ഇപ്പോൾ ഉറങ്ങിയാലോ? അതുകൊണ്ട് വീണ്ടും വന്ന് ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്? അവൻ പറഞ്ഞു, ഞാൻ ലോകത്തിലുള്ള മനുഷ്യരെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക. അവൻ ഉറങ്ങിയിട്ടില്ല എന്ന് മനസ്സിലായി. വെളുക്കാറായപ്പോൾ 4 മണിയായപ്പോൾ വീണ്ടും വന്ന് ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്? അവൻ പറഞ്ഞു, കുതിരയെ ആരാണ് മോഷ്ടിച്ചു കൊണ്ടുപോയത് എന്നതിനെക്കുറിച്ചാണ് ഞാൻ ചിന്തിക്കുന്നത്. സംഭവിച്ചതെന്താ? അവൻ്റെ കണ്ണ് എപ്പോഴോ അടഞ്ഞു. കണ്ണടഞ്ഞപ്പോഴേക്കും ആ വിലപ്പെട്ട കുതിര അവന് നഷ്ടപ്പെടുകയാണ്. വചനം എന്താ പറഞ്ഞത്? മനുഷ്യപുത്ര, നിന്നെ ഞാൻ ഇസ്രയേൽ ഭവനത്തിൻ്റെ കാവൽക്കാരനായി നിയോഗിച്ചിരിക്കുന്നു. നീ കാവൽക്കാരനാണെങ്കിൽ നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ടെംപ്റ്റേഷൻ, നിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രലോഭനം എന്താണ്? മറ്റൊന്നുമല്ല, ഉറക്കം തന്നെയാണ്. ഉറക്കം തന്നെയാണ്. അതുകൊണ്ട് വേദപുസ്തകത്തിൻ്റെ താളുകളിൽ ഇത്തരം ഒരു പ്രലോഭനത്തിൽ വീഴുന്ന അനേകരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്ന അനേകരെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ടാണ് എഫേസസ് 5:14 പറയുന്നത്, ഉറങ്ങുന്നവനെ ഉണരുക. ദൈവത്തിൻ്റെ വചനം നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഒരു ആത്മശോധന കൂടി സംഭവിക്കട്ടെ. ഞാൻ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഉറക്കത്തിൽ ആണോ? എന്താണ് ഒന്നാമത്തെ ഉറക്കം? ഒന്നാമത്തെ ഉറക്കത്തെ നമ്മൾ ജഡമോഹത്തിൻ്റെ ഉറക്കമെന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഇത്തരം ഉറക്കത്തിലേക്ക് വഴുതി വീണത് ബൈബിളിലെ ശക്തിമാനാണ്. ആരാണ് ശക്തിമാൻ? മറ്റാരുമല്ല, സാംസൺ തന്നെ. വചനം ഇങ്ങനെയാണ് പറയുന്നത്. ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ 16-ാം അധ്യായം വാക്യം 19. അവൾ അവനെ മടിയിൽ കിടത്തി ഉറക്കി. അവൾ അവനെ മടിയിൽ കിടത്തി ഉറക്കി. ആരെയാണ് മടിയിൽ കിടത്തി ഉറക്കിയത്? ദലീല എന്ന് പറയുന്ന ഫിലിസ്ത്യ പെൺകുട്ടി സാംസനെ മടിയിൽ കിടത്തി ഉറക്കി. ആരാ സാംസൺ? അമ്മയുടെ ഉദരത്തിൽ വെച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാ നിറഞ്ഞവൻ. ആയുധങ്ങളൊന്നും കയ്യിലില്ലെങ്കിലും ഒരു സിംഹത്തെ ഒറ്റയ്ക്ക് പിച്ചു ചീന്തിയവൻ. പൊടിയാറായ കഴുതയുടെ താടിയെല്ലുകൊണ്ട് 3000 പേരെ കൂന കൂട്ടിയവൻ. ഒരൊറ്റ രാത്രി കൊണ്ട് 300 കുറുനരികളെ പിടിച്ചിട്ട് ഫിലിസ്ത്യരുടെ ഗ്രാമത്തെ ഒറ്റയ്ക്ക് കത്തിച്ച് ചാമ്പലാക്കിയവൻ. അത്ര വലിയ വീര്യപ്രവർത്തികൾ, ദൈവശക്തി വ്യാപരിച്ച ആ മനുഷ്യൻ്റെ
പതനത്തിന് കാരണമായ വചനമാണ് നമ്മൾ വായിച്ചത്. അവൾ അവനെ മടിയിൽ കിടത്തി ഉറക്കി. ജഡികതയിൽ സാംസൺ ദലീല എന്ന് പറയുന്ന ഫിലിസ്ത്യ പെൺകുട്ടിയെ പ്രണയിച്ചപ്പോൾ അവൾ അവൻ്റെ ശക്തിയുടെ രഹസ്യം മനസ്സിലാക്കിയെന്ന് മാത്രമല്ല, അവൻ്റെ തലമുടി ക്ഷൗരം ചെയ്തു. ജനനം മുതൽ നസീർ വ്രതക്കാരനായ അവൻ്റെ തലമുടി മുറിച്ചപ്പോൾ ആത്മാവിൻ്റെ ശക്തി അവന് നഷ്ടപ്പെടുകയാണ്. പിന്നീട് സാംസന്റെ ജീവിതം പരാജയപ്പെടുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഒത്തിരി കാവൽക്കാർ, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒത്തിരി കാവൽക്കാരെ സാത്താൻ ജഡത്തിൻ്റെ മോഹങ്ങളിലേക്ക് കടത്തിക്കൊണ്ടുപോകുന്നു. ജഡത്തിൻ്റെ വ്യാപാരങ്ങളെക്കുറിച്ച് ഗലാത്യർ 5:17 നമ്മൾ വായിക്കുന്നുണ്ടല്ലോ. വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, കലഹം, ഭിന്നത, വിഭാഗീയ ചിന്ത, വിദ്വേഷം, മദ്യപാനം, മധുരോത്സവം, ഇവയും ഇദൃശ്യമായ മറ്റ് പ്രവൃത്തികളും. അതുകൊണ്ട് പ്രിയപ്പെട്ട മകനെ, പ്രിയ ദൈവപൈതലേ, നീ ഒരു കാവൽക്കാരനാണോ? നിന്റെ മുന്നിൽ ഒരു ജഡമോഹത്തിൻ്റെ ഉറക്കം പ്രലോഭനമായിട്ട് കാത്തിരിക്കുന്നുണ്ട്. ഒത്തിരി ദൈവവേലക്കാർ ഇത്തരം വലിയ പ്രതിസന്ധിയിലേക്ക് വഴുതി വീണത് ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ജഡിക പ്രവണതയിൽ ആകുവാൻ വിളിക്കപ്പെട്ടവരല്ല നമ്മൾ, പരിശുദ്ധാത്മാവിനാൽ നയിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അതുകൊണ്ട് നമുക്കൊന്ന് ആത്മശോധന ചെയ്യാം. ജഡത്തിൻ്റെ വ്യാപാരങ്ങളിലേക്ക് ഞാൻ കടന്നു പോകുന്നുണ്ടോ? ജോബ് നീതിമാനായിരുന്നു. നീതിമാനായ ജോബ് തൻ്റെ ജീവിത സാക്ഷ്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ പറയുന്നുണ്ട്: ഞാൻ എൻ്റെ കണ്ണുമായിട്ട് ഒരു ഉടമ്പടി ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ എങ്ങനെയാ ഒരു കന്യകയുടെ മുഖത്ത് നോക്കുന്നത്? കണ്ണുമായിട്ട് ജോബ് ഉടമ്പടി ചെയ്തതുകൊണ്ട്, തെറ്റായ രീതിയിൽ ഞാനൊരു വ്യക്തിയെ നോക്കുകയില്ല എന്ന ഒരു ഉടമ്പടി ജീവിതത്തിൽ ഉണ്ടായതുകൊണ്ട് ജോബിന് മരണം വരെ നീതി പ്രവർത്തിക്കുവാനായിട്ട് സാധിച്ചു. നമ്മുടെ ശരീരത്തിൻ്റെ മേൽ ഒരു നിയന്ത്രണം പരിശുദ്ധാത്മാവിൽ നമ്മൾ സ്വന്തമാക്കുമ്പോൾ ജഡത്തിൻ്റെ വ്യാപാരങ്ങളെ അതിൻ്റെ മോഹങ്ങളോടൊപ്പം ക്രൂശിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. രണ്ടാമത്തെ ഉറക്കത്തെ നമ്മൾ വിശേഷിപ്പിക്കുന്നത് അനുസരണക്കേടിൻ്റെ ഉറക്കമെന്നാണ്. ഒത്തിരി കാവൽക്കാർ ഈ ഉറക്കത്തിലേക്ക് വഴുതി വീണിട്ടുണ്ട്. വേദപുസ്തകത്തിൻ്റെ താളുകളിൽ ഈ ഉറക്കത്തിലേക്ക് വഴുതി വീണത് ആരാ? യോനയുടെ പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ വാക്യം 5 നമ്മൾ വായിക്കുന്നുണ്ട്. യോന കപ്പലിൻ്റെ ഉള്ളറയിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു. യോന കപ്പലിൻ്റെ ഉള്ളറയിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു എന്ന്. ആരാ യോന? ദൈവത്തിൻ്റെ പ്രത്യേക വിളി ലഭിച്ചവനാണ് യോന. ദൈവത്തിൻ്റെ പ്രത്യേക നിയോഗം സ്വന്തമാക്കിയവനാണ് യോന. എന്താ യോനയ്ക്ക് കിട്ടിയ നിയോഗം? നീ മഹാനഗരമായ നിനവേലേക്ക് പോവുക, അവർക്കെതിരെ വിളിച്ചു പറയുക, മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ദേശം നശിക്കുമെന്ന് പറയുക. പ്രിയപ്പെട്ടവരെ, യോനയ്ക്ക് കിട്ടിയ നിർദ്ദേശം അത് യോനയുടെ ഉറക്കം കെടുത്തുന്ന നിർദ്ദേശമായിരുന്നു എന്ന് വേണം ചിന്തിക്കാൻ. കാരണം എന്താ? മര്യാദക്ക് പോയാൽ തല കാണാത്ത സ്ഥലമാണ് നിനവേ എന്നാണ് ഒരു ഗ്രന്ഥത്തിൽ ഞാൻ വായിച്ചത് ഓർക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത്രമാത്രം പ്രശ്നങ്ങളുള്ളവരുടെ അടുത്തേക്ക് പോവുക. പ്രവാചകൻ്റെ ഉള്ളിൽ ഒരു ആലോചന, പോകണോ പോകണ്ടയോ, പോകണോ പോകണ്ടയോ, ഒരു വലിയ കൺഫ്യൂഷനെ നേരിട്ടുകൊണ്ട് എന്തായാലും തുറമുഖം വരെ ആ മനുഷ്യനെത്തി. തുറമുഖത്തെത്തിയപ്പോൾ സംഭവിച്ചത് എന്താ? അദ്ദേഹം നോക്കിയപ്പോൾ നിനവേലേക്കും കപ്പലുണ്ട്, താർശീസിലേക്കും കപ്പലുണ്ട്. യോന ചിന്തിച്ചു, നിനവേലുള്ളവരും മനുഷ്യർ, താർശീസിലുള്ളവരും മനുഷ്യർ. നിനവേ പോയി തല നഷ്ടപ്പെടുന്നതിനേക്കാൾ എത്രയോ നല്ലതാ താർശീസിൽ പോയി കഞ്ഞി കുടിച്ച് ജീവിക്കുന്നത്. എന്തുമാകട്ടെ, യോന താർശീസിലേക്കുള്ള കപ്പലിൽ കയറി. കപ്പലിൽ കയറിയ ആ മനുഷ്യൻ കപ്പലിൻ്റെ അടിത്തട്ടിലേക്കാണ് പോകുന്നത്. മനസ്സിലാക്കണം, കപ്പലിൽ കയറുമ്പോൾ എല്ലാവരും മുകളിലത്തെ ഡെക്കിലേക്കാണ് പോകുന്നത്. ബസ്സിൽ കയറുമ്പോൾ സൈഡിൽ സീറ്റ് പിടിക്കുന്നത് മാതിരി. എന്തിനാ മുകളിലേക്ക് പോകുന്നത്? കാഴ്ചകൾ കാണാൻ, എല്ലാം ആസ്വദിക്കുവാൻ. എന്നാൽ അനുസരണക്കേട് കാണിച്ച പ്രവാചകൻ അടിത്തട്ടിലേക്ക് പോകുന്നു. അനുസരണക്കേട് എപ്പോഴും നമ്മളെ അടിത്തട്ടിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് അടിത്തട്ടിൽ ചെന്നിട്ട് ആ മനുഷ്യൻ എന്ത് ചെയ്തു? കിടന്നുറങ്ങി. അനുസരണക്കേട് അനേകരുടെ ഉറക്കം നഷ്ടപ്പെടുത്തി. കാരണം എന്താ? അനുസരണക്കേട് വലിയൊരു വൈറസായിട്ട് അവിടെ അനുഭവപ്പെടുകയാണ്.
വലിയൊരു രോഗമായിട്ട് അവിടെ അനുഭവപ്പെടുകയാണ്. ആ പ്രകൃതിയുടെ രൂപം മാറി, ഭാവം മാറി. കപ്പലിലുള്ളവരെല്ലാവരും കൂട്ടോട്ടം, വലിയൊരു പ്രതിസന്ധി. ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഭാരങ്ങൾ പലതും അവർ വലിച്ചെറിഞ്ഞു കടലിലേക്ക്. എന്നിട്ട് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല. അവിടെ ഒരു വലിയൊരു മെഡിക്കൽ സംഘം ആ ഷിപ്പിലുണ്ടായിരുന്നു. അവർ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തപ്പോൾ ഈ പ്രതിസന്ധിയുടെ വൈറസിനെ കണ്ടെത്തി. മറ്റാരുമല്ല, ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രവാചകൻ, നിനവേലേക്ക് പോകാൻ വിളിക്കപ്പെട്ടവൻ ഇതാ താർശീസിലേക്കുള്ള കപ്പലിലുള്ളതാണ്. ഈ കപ്പലിലുള്ള സകല പ്രശ്നങ്ങളുടെയും കാരണം. അവരെന്ത് ചെയ്തു? യോനയെ എടുത്ത് കടലിലേക്ക് എറിഞ്ഞു. എത്ര പെട്ടെന്ന് അന്തരീക്ഷം മാറുന്നത്! കപ്പലിലുള്ളവരെല്ലാം ശാന്തരായി, പ്രകൃതി മുഴുവൻ ശാന്തമായി. എന്നാൽ എപ്പോഴും ഓർക്കേണ്ട ഏറ്റവും നല്ല ധ്യാനമെന്ന് പറയുന്നത് ആ യോനയെ വിഴുങ്ങിയ തിമിംഗലത്തിൻ്റെ ഓട്ടമാണ്. കാരണം എന്താ? എത്ര പ്രതീക്ഷയോടെയാണ് തിമിംഗലം യോനയെ വിഴുങ്ങിയത്. പക്ഷേ അത് ഇത്രയും വലിയ പ്രശ്നമാകുമെന്ന് ഒരുപക്ഷെ തിമിംഗലം പോലും കരുതിയിട്ടുണ്ടാകില്ല. അവസാനം നിനവേൽ വന്ന് തിമിംഗലം യോനയെ ഛർദ്ദിച്ചുകൊണ്ട് തിമിംഗലം ഒരുപക്ഷെ പറഞ്ഞു കാണും, ദൈവമേ ആശ്വാസമായി. അനേകരുടെ ആശ്വാസം നഷ്ടപ്പെടുത്തിയവൻ ഇതാ ദൈവത്തിൻ്റെ അരുളപ്പാട് ലഭിച്ച സ്ഥലത്തെത്തിയപ്പോൾ വലിയ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെട്ടവൻ ഇനി മരണം പ്രശ്നമല്ല. സെന്റ് പോൾ പറയുന്നത് കണക്ക്, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ആരെന്നെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, വാളിനോ, ആപത്തിനോ, ആഴത്തിനോ, ഉയരത്തിനോ, വരുവാനുള്ളവയ്ക്കോ, സംഭവിച്ചു കഴിഞ്ഞവയ്ക്കോ, ഇക്കാലത്തുള്ളവയ്ക്കോ, ദൂതന്മാർക്കോ ഒന്നിനും എന്നെ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപെടുത്താൻ പറ്റത്തില്ല. സംഭവിച്ചതെന്താ? പ്രിയപ്പെട്ടവരെ, യോന സുവിശേഷം പ്രസംഗിക്കുവാൻ തുടങ്ങി. ബൈബിളിൽ വളരെ ചെറിയ പ്രസംഗം കൊണ്ട് വലിയ റിസൾട്ട് ഇന്നും യോനയ്ക്ക് ആണ് അതിൻ്റെ ക്രെഡിറ്റ് ലഭിച്ചിരിക്കുന്നത്. കാരണം എന്താ? മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിനവേ നശിപ്പിക്കപ്പെടുമെന്നുള്ള ആ ഒറ്റ പ്രസംഗത്തിൽ നിനവേലുള്ള മൃഗങ്ങൾ വരെ ചാക്കുടുത്ത് ഉപവസിച്ചു എന്ന്. അനുസരിക്കുവാൻ സന്നദ്ധരെങ്കിൽ നിങ്ങൾ ഐശ്വര്യം ആസ്വദിക്കുമെന്ന് യെശയ്യാ 1:18 പറയുന്നുണ്ട്. വലതുവശത്ത് വലയെറിയുവാൻ യേശു പത്രോസിനോട് പറഞ്ഞു. പത്രോസ് വലയെറിഞ്ഞപ്പോഴോ വല നിറയെ മീൻ കിട്ടി. അനുസരിക്കുമ്പോഴാണ് അനുഗ്രഹം. സിറിയക്കാരനായ നയമാനോട് എലീശ പ്രവാചകൻ പറഞ്ഞല്ലോ, നീ ജോർദാനിൽ പോയി 7 തവണ മുങ്ങുക. ജോർദാൻ നദിയിൽ 7 തവണ മുങ്ങിയപ്പോൾ കുഷ്ഠം മാറി. എന്നാൽ തിന്നരുത് എന്ന് പറഞ്ഞ കനി തിന്നപ്പോൾ ആദ്യ മാതാപിതാക്കന്മാർ അവരെ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്തായി. വലിയൊരു തത്വമുണ്ട്, അനുഗ്രഹിക്കപ്പെടണോ അനുസരിക്കണം. എന്നാൽ അനുസരണക്കേട് കാണിച്ചാലോ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾ വരെ നമുക്ക് നഷ്ടപ്പെടുന്നത് കാണുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ട കാവൽക്കാരാ, ദൈവം നിന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, നീ ഏതെങ്കിലും തരത്തിൽ ജഡികതയിൽ ഉറങ്ങുന്നുണ്ടെങ്കിൽ, അനുസരണക്കേടിൽ ഉറങ്ങുന്നുണ്ടെങ്കിൽ, നിന്നെ കാവലേൽപ്പിച്ച പലതും നഷ്ടപ്പെടും. യേശു പോലും പറഞ്ഞല്ലോ, ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം നിറവേറ്റാനല്ല. വചനം ഇങ്ങനെയാ പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം വാക്യം 34. യേശു പറഞ്ഞു, എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുകയും അവൻ്റെ ജോലി പൂർത്തിയാക്കുകയുമാണ് എൻ്റെ ഭക്ഷണം. എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിക്കുക, അവൻ്റെ ജോലി പൂർത്തിയാക്കുക. ദൈവവചനം കേൾക്കുന്ന കാവൽക്കാരെ, നീ ഒരു പിതാവാണെങ്കിൽ, നീ ദൈവവചനം പങ്കുവെക്കുന്ന ഒരു സുവിശേഷകനാണെങ്കിൽ, നീ നിന്റെ കുടുംബത്തെ നയിക്കുന്ന ഉത്തരവാദിത്തപ്പെട്ട ഒരു ദൗത്യം ഏറ്റെടുത്ത വ്യക്തിയാണെങ്കിൽ, നീ മനസ്സിലാക്കണം, ദൈവം നിന്നെ നിയോഗിച്ചിരിക്കുന്നത് നിന്റെ ഇഷ്ടം നിറവേറ്റാനല്ല, അയച്ചവൻ്റെ ഇഷ്ടം. യേശു പോലും ഭൂമിയിലായിരിക്കുമ്പോൾ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുവാൻ എന്തുമാത്രം ഈശോ ആഗ്രഹിച്ചു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ദൈവം ഒരു കാവൽക്കാരനിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അനുസരണമാണ്. ദൈവത്താൽ നിയോഗിക്കപ്പെട്ട സംവിധാനങ്ങളെ അനുസരിക്കുക, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളെ അനുസരിക്കുക. അങ്ങനെ അനുസരിക്കുമ്പോൾ ദൈവം നമ്മെ അനുഗ്രഹിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എത്രയോ കാവൽക്കാർ ഇങ്ങനെ എന്തുമാത്രം ഉറക്കങ്ങളിലേക്കാണ് വഴുതി വീണുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈ എപ്പിസോഡിൽ നമ്മൾ 2 ഉറക്കത്തെക്കുറിച്ചാണ് കേട്ടത്. 1 ജഡമോഹത്തിൻ്റെ ഉറക്കം, 2 അനുസരണക്കേടിൻ്റെ ഉറക്കം. അടുത്ത ആഴ്ച ഇതേ സമയത്ത് ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ
ബാക്കി ഉറക്കങ്ങളെക്കുറിച്ച് ധ്യാനിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ കാലഘട്ടത്തിന് വേണ്ടി ആത്മാവേ എന്നെ ഉണർത്തണമേ. ഒരു കാലത്ത് കേരള സഭയെ ഉണർത്തിയ ഒരു പാട്ടുണ്ട്, ഉണർവിൻ വരം ലഭിപ്പാൻ ഞങ്ങൾ വരുന്നു തിരുസവിധേ. പ്രിയപ്പെട്ടവരെ, ഈ കാലഘട്ടത്തെ ദൈവം ഉണർത്തുവാൻ കാവൽക്കാരായ നമ്മൾ ഉണരേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ പ്രിയപ്പെട്ട പരിശുദ്ധാത്മാവേ, ഈ കാലഘട്ടത്തിന് വേണ്ടി, ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി എന്നെ ഉണർത്തണമേ. എൻ്റെ സഹപ്രവർത്തകരെ ഉണർത്തണമേ. എൻ്റെ കുടുംബത്തെ ഉണർത്തണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.